ഇറാന്റെ അദൃശ്യ ആയുധങ്ങൾ മജീദ് എയർ ഡിഫൻസ് സിസ്റ്റം അമേരിക്കൻ യുദ്ധവിമാനങ്ങളെ തകർക്കുന്നത് എങ്ങനെയാണ്? കഴിഞ്ഞ 24 മണിക്കൂറിനിടെ F-50 സ്ട്രൈക്ക് ഈഗിൾ ഉൾപ്പെടെയുള്ള അമേരിക്കയുടെ 2 യുദ്ധവിമാനങ്ങളും 2 ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്ററുകളുമാണ് ഇറാൻ വെടിവെച്ചിട്ടത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെയാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. അതുമാത്രമല്ല, ഈ പറയുന്നത് പോലുള്ള വിമാനങ്ങളെയും ഹെലികോപ്റ്ററെയും വളരെ നിർണായകമായിട്ടുള്ള പ്ലാൻ വഴിയാണ് ഇറാൻ അതിനെ വെടിവെച്ചിട്ടത്. അമേരിക്കയ്ക്ക് പൂർണ്ണ ആധിപത്യമുണ്ടെന്ന് അവകാശപ്പെട്ടിരുന്ന ഇറാന്റെ വ്യോമാതിർത്തിയിൽ അമേരിക്കൻ സേനയ്ക്ക് നേരിട്ട ഏറ്റവും വലിയ തിരിച്ചടികളിൽ ഒന്നാണ് ഈ ഒരു സംഭവം. 2003 ഇറാഖ് അധിനിവേശത്തിന് ശേഷം ആദ്യമായാണ് അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ ശത്രുക്കളുടെ ആക്രമണത്തിൽ തകർന്നത്. അസമമായിട്ടുള്ള യുദ്ധമുറകളും പുതിയ തന്ത്രങ്ങളും അതെങ്ങനെയാണെന്ന് നോക്കാം. വിപുലമായിട്ടുള്ള റഡാർ സംവിധാനങ്ങളുടെയോ അല്ലെങ്കിൽ വലിയ വ്യോമസേനയുടെ പിൻബലമില്ലാതെയാണ് ഇറാന്റെ ഈ ഒരു നേട്ടം കൈവരിച്ചിട്ടുള്ളത്. നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചിട്ടുള്ള അസമമായിട്ടുള്ള യുദ്ധമുറകളിലൂടെയാണ് അവർ അമേരിക്കയെ നേരിടുന്നത്. പരമ്പരാഗത യുദ്ധ രീതികളിൽ നിന്ന് മാറി തങ്ങളുടെ പരിമിതമായിട്ടുള്ള സൗകര്യങ്ങൾ ഉപയോഗിച്ച് അമേരിക്കൻ സൈന്യത്തെ അപ്രതീക്ഷിതമായിട്ട് ആക്രമിക്കാനുള്ള തന്ത്രങ്ങളാണ് ഇറാൻ ഇപ്പോൾ പയറ്റുന്നത്. അത് നമ്മൾ നേരത്തെ കണ്ടതുമാണ്. കാരണം ചിലവ് കുറഞ്ഞ ആയുധങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലുള്ള മിസൈലുകളും ഡ്രോണുകളും വളരെ ചിലവ് കുറഞ്ഞ രീതിയിലാണ് അവർ നിർമ്മിക്കുന്നതും അതുപോലെ തന്നെ അതിന് ഇരട്ടി പ്രഹരശേഷി അതിനുണ്ടാകുന്നതും ലോകത്തെ തന്നെയും ഈ അമേരിക്കയെ തന്നെയും ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ്. ഇനി മജീദ് എയർ ഡിഫൻസ് സിസ്റ്റം, അത് റഡാറുകളുടെ കണ്ണു വെട്ടിക്കുന്ന അദൃശ്യ ആയുധം. എന്താണത്? അമേരിക്കൻ വിമാനങ്ങളെ തകർക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് ഇറാന്റെ മജീദ് വ്യോമ പ്രതിരോധ സംവിധാനമാണെന്നാണ് പ്രതിരോധ വിദഗ്ധർ വിശ്വസിക്കുന്നത്. 2021 ഇറാൻ ഉപയോഗിക്കാൻ തുടങ്ങിയ ഈ ഒരു സംവിധാനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ റഡാറുകളെ ആശ്രയിക്കുന്നില്ല എന്നതാണ്. പകരം പാസീവ് ഇൻഫ്രാറെഡ് ഡിറ്റക്ഷൻ സാങ്കേതിക വിദ്യയാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. റഡാർ തരംഗങ്ങൾ പുറപ്പെടുവിപ്പിക്കുന്നതിനാൽ ശത്രു വിമാനങ്ങളിലെ മുന്നറിയിപ്പ് സംവിധാനങ്ങൾക്ക് ഈ മിസൈലുകൾ വരുന്നത് മുൻകൂട്ടി അറിയാൻ സാധിക്കില്ല. അവിടെയാണ് ഇറാന്റെ കരുത്തും വിജയവും നടക്കുന്നത്. ഇനി ലക്ഷ്യം കണ്ടെത്തുന്നത് എഞ്ചിനിലെ ചൂടിലൂടെയാണ്. 8 കിലോമീറ്റർ ദൂരത്തിലും 6 കിലോമീറ്റർ ഉയരത്തിലും പറക്കുന്ന വിമാനങ്ങളെ തകർക്കാൻ മജീദ് മിസൈലുകൾക്ക് നന്നായിട്ട് കഴിയും. ഇതിലൂടെ ഇൻഫ്രാറെഡ് സെൻസറുകൾക്ക് 15 മുതൽ 30 കിലോമീറ്റർ വരെ ദൂരത്തിലുള്ള ലക്ഷ്യങ്ങളെ നിരീക്ഷിക്കാനും കഴിയും. അമേരിക്കയുടെ ഏറ്റവും മികച്ച സ്റ്റെൽത്ത് വിമാനമായിട്ടുള്ള F-35 വരെ മുൻപ് ആക്രമിക്കാൻ ഈ ഒരു സംവിധാനം ഉപയോഗിച്ചതായിട്ട് സംശയിക്കുന്നു. വിമാനങ്ങളുടെ എഞ്ചിനിൽ നിന്നുള്ള കടുത്ത ചൂട് കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞാണ് ഇവ ലക്ഷ്യസ്ഥാനത്തിലേക്ക് കുതിക്കുന്നത്. ഇതാണ് ഇപ്പോൾ അമേരിക്കയ്ക്ക് വലിയൊരു ഭാരമായി മാറുന്നത്. ഒളിപ്പേരും ഭൂഗർഭ അറകളിലെ മിസൈൽ ശേഖരവും ഇറാന്റെ മറ്റൊരു കരുത്താണ്. തങ്ങളുടെ ആയുധങ്ങൾ സംരക്ഷിക്കുന്നതിനായിട്ട് ഇറാൻ തന്ത്രപരമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. സ്ഥിരമായിട്ടുള്ള വ്യോമ പ്രതിരോധ കേന്ദ്രങ്ങൾക്ക് പകരം വേഗത്തിൽ സ്ഥാനം മാറ്റാൻ കഴിയുന്ന മൊബൈൽ ലോഞ്ചറുകളാണ് ഇപ്പോൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ആക്രമണം നടത്തിയ ഉടനെ ലോഞ്ചറുകൾ മാറ്റുന്ന ഷൂട്ട് ആൻഡ് സ്ക്യൂട്ട് തന്ത്രമാണ് ഇവിടെ പ്രയോഗിക്കുന്നത്. ഇതുകൂടാതെ ഭൂരിഭാഗം മിസൈലുകളും അമേരിക്കൻ ആക്രമണങ്ങളെ അതിജീവിക്കാൻ കഴിയുന്ന തരത്തിൽ ഭൂഗർഭ അറകളിലും മലഞ്ചെരുവുകളിലെ രഹസ്യ തുരങ്കങ്ങളിലുമാണ് ഇറാൻ ഒളിപ്പിച്ചിരിക്കുന്നത്. ഇതാണ് ഇറാൻ ഇന്നും പ്രതിരോധത്തിനായിട്ട് ഉപയോഗിക്കുന്ന മറ്റൊരു രഹസ്യം. അമേരിക്കയ്ക്ക് വെല്ലുവിളിയായിട്ട് വർബയും HQ-9B മജീദ് സംവിധാനത്തിന് പുറമെ മറ്റു ചില അതിനൂതന ആയുധങ്ങളും അമേരിക്കയ്ക്ക് കനത്ത വെല്ലുവിളിയാകുന്നുണ്ട്. റഷ്യയിൽ നിന്ന് ഇറാൻ വാങ്ങിയതായി കരുതപ്പെടുന്ന വർബ വ്യോമ പ്രതിരോധ സംവിധാനം ഒരു സൈനികന് തോളിൽ വെച്ച് വിക്ഷേപിക്കാൻ കഴിയുന്നവയാണ്. അതായത് ആ ഒരു പശ്ചാത്തലത്തിലെ മറ്റ് ചൂടുകളിൽ നിന്നും വിമാനങ്ങളുടെ ചൂട് കൃത്യമായിട്ട് വേർതിരിച്ചറിയാൻ ഇവയ്ക്ക് പ്രത്യേക കഴിവുണ്ട്. ഇതിനു പുറമെ ശത്രുക്കളുടെ ഇലക്ട്രോണിക് ജാമിങ്ങിനെ അതിജീവിക്കാൻ ശേഷിയുള്ള ചൈനീസ് നിർമ്മിതമായിട്ടുള്ള HQ-9B ലോങ് റേഞ്ച് മിസൈലുകളും ഇറാൻ ഉപയോഗിക്കുന്നതായിട്ടുള്ള വിവരവുമുണ്ട്. ചുരുക്കത്തിൽ റഡാറുകൾക്ക് കണ്ടെത്താനാവാത്ത പാസീവ് ആയുധങ്ങളും വേഗത്തിൽ മാറ്റാൻ കഴിയുന്ന മൊബൈൽ ലോഞ്ചറുകളും ഒളിപ്പേര് തന്ത്രങ്ങളും ചേരുമ്പോൾ ഇറാന്റെ വ്യോമാതിർത്തി ശത്രു വിമാനങ്ങൾക്ക് ഒരു മരണക്കെണിയായിട്ട് മാറിയിരിക്കുകയാണ്. അമേരിക്കയുടെ വ്യോമ മേധാവിത്വത്തിന് പൂർണ്ണമായിട്ടുള്ള ഉറപ്പില്ല എന്നതിന്റെ ഏറ്റവും വ്യക്തമായിട്ടുള്ള തെളിവാണ് ഈ ഒരു സംഭവ വികാസങ്ങളിലൂടെ മനസ്സിലാവുന്നത്. എന്തായാലും അത്യാധുനിക സംവിധാനങ്ങളോടെ ഇറാൻ ഈ ഒരു യുദ്ധത്തിൽ ഇറങ്ങുമ്പോൾ ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ: തങ്ങളുടെ രാജ്യം പിടിച്ചെടുക്കുക,
തങ്ങളുടെ ജനങ്ങൾക്ക് സുരക്ഷ ഒരുക്കുക. അതിന് ഏതറ്റം വരെയും ഇറാൻ പോകും. അതുകൊണ്ട് തന്നെയാണ് ഇറാൻ ഓരോ ദിവസവും പുതിയ പുതിയ മിസൈലുകളും അതുപോലെ തന്നെ ബോംബുകളും ലോകത്തിന് മുന്നിൽ പരിചയപ്പെടുത്തുന്നത്. അതിലൊന്നായിരുന്നു ക്ലസ്റ്റർ ബോംബുകൾ. ക്ലസ്റ്റർ ബോംബുകൾ വെച്ചിട്ട് ഒരുപാട് ആക്രമണങ്ങൾ ഈ ഇറാൻ നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ അമേരിക്കയുടെ അത്യാധുനിക അയൺ ഡോമിനെ പോലും തുളച്ചു കയറി അവിടെ ചെന്ന് ആക്രമണം നടത്താനുള്ള ശേഷിയും ഇന്ന് ഇറാന്റെ പക്കലുള്ള പല ആയുധങ്ങൾക്കും ഉണ്ട്. ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് അവരുടെ ഈ പറയുന്നത് പോലുള്ള മിസൈലുകളും ബോംബുകളും തന്നെയാണ്. ഒരു 50 അടി താഴ്ചയിലുള്ള മിസൈൽ സിറ്റി ഉള്ളത് കൊണ്ട് തന്നെ ഏതൊരു ആക്രമണത്തെയും ചെറുത്തു നിൽക്കാൻ ഇറാന് സാധിക്കും. അതാണ് ഇറാന്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്.